വ്യത്യസ്ത കേസുകളിൽ ഭാര്യയും ഭർത്താവും കഞ്ചാവുമായി വടകരയിൽ പിടിയിൽ. മയ്യന്നൂർ പാറക്കൽ വീട്ടിൽ അബ്ദുൽ കരീം, ഭാര്യ റുഖിയ എന്നിവരാണ് വടകര എക്സൈസിന്റെ പിടിയിലായത്. നിരവധി കേസുകളിൽ പ്രതിയാണ് പിടിയിലായ പാറക്കൽ വീട്ടിൽ അബ്ദുൽ കരീം. ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ഇദ്ദേഹത്തിന് സംസ്ഥാനത്തിന്റെ പുറത്തും നിരവധി കേസുകളിൽ പ്രതിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എക്സൈസ് നടത്തിയ പെട്രോളിംഗിനിടയിലാണ് ഇദ്ദേഹത്തെ പിടികൂടാൻ കഴിഞ്ഞത്. മറ്റൊരു കോൾ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലാണ് അബ്ദുൽ കരീമിന്റെ ഭാര്യ റുഖിയയെ വീട്ടിൽ നിന്നും കഞ്ചാവുമായി എക്സൈസ് പിടികൂടിയത്. അബ്ദുൽ കരീമിൽ നിന്നും 10 ഗ്രാം കഞ്ചാവാണ് കണ്ടെത്തിയത്. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 15 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. വീട്ടിൽ കവറിലാക്കി സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. സമീപത്ത് നിന്നും ത്രാസും കഞ്ചാവ് വിൽക്കാനായി സൂക്ഷിച്ച ചെറിയ പ്ലാസ്റ്റിക് കവറുകളും എക്സൈസ് കണ്ടെത്തി. വടകര എക്സൈസ് ഇൻസ്പെക്ടർ ശൈലേഷ് PM-ന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ദമ്പതികൾ പിടിയിലാവുന്നത്. കഞ്ചാവ് കൈവശം വെച്ച കുറ്റത്തിന് 2 പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു. പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജയപ്രസാദ് CK, പ്രിവന്റീവ് ഓഫീസർ രതീഷ് AK, സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിനീത് MP, മുഹമ്മദ് റമീസ്, അഖിൽ KA, വനിത സിവിൽ എക്സൈസ് ഓഫീസർ നിഷ NK എന്നിവർ പങ്കെടുത്തു. ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ പെട്രോളിംഗ് ആയിട്ട് പോയതാണ്. പെട്രോളിംഗ് സമയത്താണ് ഒരാൾ നടന്നു പോകുന്ന ഇയാൾ മുമ്പ് നമ്മുടെ സർക്കാരി കേസുകളിലെയും NDPS കേസുകളിലെയൊക്കെ സ്ഥിരം കുറ്റവാളിയാണെന്ന് മനസ്സിലാക്കുന്നു. അയാളെ പരിശോധിച്ചപ്പോൾ അയാളിൽ നിന്ന് 10 ഗ്രാം കഞ്ചാവ് കിട്ടുകയാണ്. കഞ്ചാവ് സീസ് ചെയ്തു. നമ്മളിവിടെ വന്നു. അയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ അയാൾ മുൻപും നിരവധി കേസുകളിൽ പ്രതിയായിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അയാൾ പോലീസിൻ്റെ കളവ് കേസുകളിലും NDPS കേസുകളിലും സ്ഥിരം പ്രതിയാണ്. അയാളുടെ പേര് അബ്ദുൽ കരീം, സൺ ഓഫ് കുഞ്ഞബ്ദുള്ള, പാറക്കൽ വീട്, മയ്യന്നൂർ, വടകര. ഇയാളുടെ അടുത്ത് നിന്ന് നമ്മൾ 10 ഗ്രാം കഞ്ചാവാണ് കണ്ടെടുത്തത്. 4500 രൂപയും അയാളുടെ മൊബൈൽ ഫോൺ. അത് സ്ഥിരം കച്ചവടക്കാരനാണെന്ന് നമുക്ക് പിന്നീട് അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമുക്ക് ഇന്നലെ മറ്റൊരു വിവരം ഒരാൾ വിളിച്ചു പറയുകയാണ്. ഒരു വീട്ടിൽ റുഖിയ എന്ന് പറഞ്ഞ ആൾ കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ട്. അന്വേഷിച്ചപ്പം പറഞ്ഞ പോലെ നമ്മൾ ആ വീട്ടിൽ പോയി റെയ്ഡ് നടത്തി. അവിടെ നിന്ന് നമുക്ക് കഞ്ചാവ് തൂക്കുന്ന മെഷീന്, പ്ലാസ്റ്റിക് കവറുകൾ, അതായത് കഞ്ചാവ് നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ, 15 ഗ്രാം കഞ്ചാവ് മറ്റും കിട്ടി. അതിന് അവിടുന്ന് റുഖിയയെ അറസ്റ്റ് ചെയ്തു നിയമപരമായിട്ട് നടപടികൾ സ്വീകരിച്ചു. പിന്നീടാണ് മനസ്സിലാവുന്നത് ഈ റുഖിയ എന്ന് പറയുന്നത് ഈ അബ്ദുൽ കരീമിൻ്റെ ഭാര്യ തന്നെയാണ്. അപ്പം ഇവർ 2 പേരും അറിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു ഒന്നിച്ചുള്ള കച്ചവടമാണ്. നമ്മളത് അന്വേഷിക്കുന്നുണ്ട്, കൂടുതലായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും.